അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് രാജകീയ ഉദ്യാനങ്ങൾക്കും തിരക്കേറിയ മാർക്കറ്റിനുമിടയിൽ ഒരു നിഗൂഢമായ കുന്ന് കിടന്നു. നഗരവാസികൾ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മന്ത്രിച്ചു. മാന്ത്രിക ഗുണങ്ങളും നിഗൂഢ കഥകളും നിറഞ്ഞ ചരിത്രം ആ കുന്നിൽ ഉറങ്ങിക്കിടന്നു. കിംവദന്തികളിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി തൻ്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവായ ബീർബലിനെ വിളിച്ച് കുന്നിൻ്റെ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രഭാതത്തിൽ അക്ബറും ബീർബലും കുതിരപ്പുറത്ത് വിചിത്രമായ കുന്ന് പരിശോധിക്കാൻ പുറപ്പെട്ടു. അവർ അടുത്തെത്തിയപ്പോൾ വായുവിൽ മറ്റൊരു ലോക ഊർജം മുഴങ്ങുന്നതുപോലെ തോന്നി. പച്ചപ്പിൽ പൊതിഞ്ഞ കുന്ന് ചുറ്റുമുള്ള ഭൂപ്രകൃതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നിന്നു. അക്ബർ ചക്രവർത്തി ബീർബലിലേക്ക് തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ആകാംക്ഷയാൽ തിളങ്ങി. ബീർബൽ, ഈ കുന്നിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രഹസ്യങ്ങളും ശക്തികളും ഉണ്ടെന്ന് അവർ പറയുന്നു. ഈ നിഗൂഢമായ സ്ഥലത്തിന് പിന്നിലെ സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരാം. എല്ലായ്പ്പോഴും ഏതു കുരുക്കും അഴിക്കുന്ന ബീർബൽ സമ്മതിച്ചു. ഇരുവരും ഇറങ്ങി കുന്നിന് അടുത്തേക്ക് പോയി. അവർ കൊടുമുടിയിലെത്തിയപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച അവരെ കാത്തിരുന്നു. ഒരു കൊമ്പിലിരിക്കുന്ന ഒരു സംസാരിക്കുന്ന തത്ത. അതിൻ്റെ തൂവലുകൾ വർണ്ണാഭമായ നിറങ്ങളിൽ തിളങ്ങുന്നു. അക്ബർ ചക്രവർത്തി, ജ്ഞാനിയായ ബീർബൽ, ആശംസകൾ. തത്ത സംസാരിച്ചു. അത് രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തി. ഞാനൊരു സാധാരണ പക്ഷിയല്ല. ഈ കുന്നിൻ്റെ കാവൽക്കാരനാണ് ഞാൻ. അതിൻ്റെ രഹസ്യങ്ങളുടെ താക്കോൽ ഞാൻ കൈവശം വച്ചിരിക്കുന്നു. കൗതുകത്തോടെ അക്ബറും ബീർബലും തത്ത കുന്നിൻ്റെ ചരിത്രം വിവരിക്കുന്നത് ശ്രദ്ധിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദയാലുവായ ഒരു മന്ത്രവാദി ഭൂമിയെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ മന്ത്രവാദം നടത്തിയെന്നതാണ് ഐതിഹ്യം. ഈ മന്ത്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ കുന്ന് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി. എന്നിരുന്നാലും വർഷങ്ങളായി ആളുകൾ കുന്നിൻ്റെ പ്രാധാന്യം മറന്നു. അത് അവഗണിക്കപ്പെട്ടു. ഈ അശ്രദ്ധയിൽ അതൃപ്തനായ മന്ത്രവാദി ദേശത്തിൻ്റെ രഹസ്യങ്ങൾ വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ നയിക്കാൻ സംസാരിക്കുന്ന തത്തയായി രൂപാന്തരപ്പെട്ടു. മാന്ത്രിക കഥയിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി ചോദിച്ചു, നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യം വീണ്ടെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുന്നിന് പരിചരണവും ശ്രദ്ധയും ആവശ്യമാണെന്ന് തത്ത വിശദീകരിച്ചു. രാജ്യവാസികളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ അതിൻ്റെ മാന്ത്രിക സത്യയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയൂ. ആളുകൾ ഒത്തുചേരുകയും പ്രദേശം വൃത്തിയാക്കുകയും കുന്നിനു ചുറ്റും പുതിയ ജീവിതം നട്ടുപിടിപ്പിക്കുകയും വേണം. അക്ബർ ചക്രവർത്തി ഒരു പൊതു ആവശ്യത്തിനായി തൻ്റെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള അവസരം തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു. മോഹിപ്പിക്കുന്ന കുന്നിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മഹത്തായ ശ്രമത്തിൽ കൈകോർക്കണമെന്ന പ്രഖ്യാപനം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. നഗരവാസികളുടെ ഭാവനയെ കീഴടക്കി വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ ചട്ടുകങ്ങളും തൈകളുമായി ആയുധങ്ങളുമായി നിഗൂഢമായ കുന്നിൽ ഒത്തുകൂടി. ആബാലവൃദ്ധം, ധനികനും ദരിദ്രനും അവഗണിക്കപ്പെട്ട ഭൂമിയിലേക്ക് ജീവൻ തിരിച്ചുവിടാൻ തോളോട് തോൾ പ്രവർത്തിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ സൗഹൃദം മുഴങ്ങി. ബീർബൽ തൻ്റെ തീക്ഷ്ണമായ വിവേകത്തോടെ പുനരുദ്ധാരണത്തെ ഒരു ഉത്സവ അവസരമാക്കി മാറ്റിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സംഗീതവും നൃത്തവും ചിരിയും ഒരു കാലത്ത് വിസ്മൃതിയിലായ കുന്ന് ഐക്യത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രതീകമായി രൂപാന്തരപ്പെട്ടു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. കുന്നിന് ശ്രദ്ധേയമായ രൂപമാറ്റം സംഭവിച്ചു. ഒരിക്കൽ തരിശായിരുന്ന ഭൂമി ഇപ്പോൾ പൂക്കളുടെ ഒരു കാലഡോസ്കോപ്പ് കൊണ്ട് വിരിഞ്ഞു. വായു പുനരുജ്ജീവനത്തിൻ്റെ സുഗന്ധം വഹിച്ചു. പുതുതായി പൂത്തെളിഞ്ഞ ഒരു മരത്തിലിരുന്ന് സംസാരിക്കുന്ന തത്ത സന്തോഷം കൊണ്ട് ചിലച്ചു. പരിവർത്തനം നിരീക്ഷിച്ച അക്ബർ ചക്രവർത്തിക്ക് തൻ്റെ ജനങ്ങളോട് അഭിമാനവും നന്ദിയും തോന്നി. ബീർബലിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ബീർബൽ, ഈ കുന്ന് വെറുമൊരു മാന്ത്രിക സ്ഥലമായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി അതിലെ ജനങ്ങളുടെ ഐക്യത്തിലാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഇക്കാലവും തത്വചിന്തകനായ ബീർബൽ കൂട്ടിച്ചേർത്തു, മഹാനെ, യഥാർത്ഥ മാന്ത്രികത കുന്നിൽ തന്നെ ആയിരുന്നില്ല, മറിച്ച് ഒരു പൊതുലക്ഷ്യത്തിനായി ഒത്തുചേർന്ന ആളുകളുടെ ഹൃദയത്തിലായിരുന്നു. ഐക്യവും കരുതലും കൂട്ടായ പരിശ്രമവും അഭിവൃദ്ധി പ്രാപിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളെപ്പോലും മാറ്റാൻ കഴിയും.
ഇപ്പോൾ രാജ്യം എന്നത്തേക്കാളും കൂടുതൽ ബന്ധിതവും യോജിപ്പുള്ളതുമാണ്. നിഗൂഢമായ കുന്നിൻ്റെ പുതുക്കിയ മന്ത്രവാദത്തിന് കീഴിൽ അത് തഴച്ചു വളർന്നു. കഥയുടെ ഗുണപാഠം. നിഗൂഢമായ കുന്നിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മാന്ത്രികത ഐക്യത്തിലും കൂട്ടായ പ്രയത്നത്തിലും കമ്മ്യൂണിറ്റികളെ പരസ്പരം ബന്ധിക്കുന്ന പങ്കിട്ട ഇടങ്ങളെ പരിപാലിക്കുന്നതിലുമാണെന്നാണ്. അത്തരം സ്ഥലങ്ങളെ അവഗണിക്കുന്നത് വിലപ്പെട്ട ബന്ധങ്ങളും വിഭവങ്ങളും നഷ്ടപ്പെടാൻ ഇടയാക്കും. എന്നാൽ യോജിച്ച പരിശ്രമത്തിലൂടെ മറന്നുപോയ ഭൂമി പോലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. If you love to watch this video, you can like, share and subscribe.